നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി ശാസ്ത്രം വിശകലനം നടത്തുവാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. ഇതിലൊന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രവും രണ്ടാമത്തേത് ശ്രീ മഹാദേവന്റെ ചിത്രവുമാണ്. ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രമോ അല്ലെങ്കിൽ ന്യൂമറോളജി പ്രകാരമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പറോ നിങ്ങൾക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ തൊടുകുറിയല്ല, പകരം ന്യൂമറോളജിയാണ് മാസങ്ങളായിട്ട് പിന്തുടർന്ന് പോരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഫലപ്രവചനങ്ങൾ കൂടുതൽ കാര്യമായിട്ട് ഗ്രഹിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഇവിടെ ചിത്രങ്ങളോട് ചേർത്ത് കൊടുത്തിരിക്കുന്ന നമ്പറുകൾ തിരഞ്ഞെടുത്താലും മതിയാകും. അതുപോലെ തന്നെ ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്ക് അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കിട്ടും എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നിക്കുന്ന ചിത്രം വേണം ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന തൊടുകുറി ഫലങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ അഥവാ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങളുമായിട്ട് യോജിക്കുന്ന ഒരു ചിത്രം ഇതിൽ നിന്നും ഉറപ്പിക്കുക. മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് അത് ആരായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം കൃത്യമായിരിക്കും ഈ ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇതിൽ നിന്നും ഒരു ചിത്രമോ അല്ലെങ്കിൽ നമ്പറോ തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് കടന്നു പോകാം. നിങ്ങൾ 1-ാം നമ്പർ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹീതരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതുമായിട്ടുള്ള ചില പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തത് വഴി സൂചിപ്പിക്കുന്നത്. അത് മാത്രവുമല്ല, ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ എന്നിവയെല്ലാം ഭഗവാന്റെ ഒരു ലീലയായി കണ്ട് അതിൽ നിങ്ങൾ സന്തോഷത്തോടെയും ബുദ്ധിപരമായിട്ടും മാത്രം മറികടക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് നമുക്കിവിടെ ന്യൂമറോളജി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ചില ഭാഗ്യദായകമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നു പെട്ടേക്കാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സംഭവിച്ചിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുള്ളത്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ ഇവിടെ തൊടുകുറി ന്യൂമറോളജി പ്രകാരം കാണുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് നിങ്ങൾക്ക് 1-2 ചില വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ വക്കിലാണ്. അങ്ങനെയാണ് കാണുന്നത്. ഒരുപക്ഷെ അത് തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ഒക്കെ ആവാം. ഇനി അതുമല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ പരമായിട്ടുള്ളതോ ആയേക്കാവുന്നതാണ്. ഇതിൽ ഏതാണെങ്കിലും ശരി, ഒരുതരം അനിശ്ചിതത്വം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ ന്യൂമറോളജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മാനസികാവസ്ഥ വെച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ എടുക്കുന്ന ഈ തീരുമാനം ശരിയാകുമോ, അല്ലെങ്കിൽ മുൻപ് സംഭവിച്ചതുപോലെ വീണ്ടും എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ എനിക്ക് സംഭവിക്കുമോ എന്നുള്ള ആ ഒരു ആവലാതി നിങ്ങളുടെ മനസ്സിൽ അതിശക്തമായിട്ട് നിഴലിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്നാണ് തൊടുകുറി പ്രകാരം ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതിന് അനുബന്ധമായിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന്റെ സൂചന എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നിങ്ങൾ 1-ാം നമ്പർ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആന്തരിക ബുദ്ധിശക്തി നിങ്ങൾക്ക് പല അവസരങ്ങളിലും ഒരു തുണയായിട്ട് മാറാറുണ്ട്. മാത്രമല്ല, ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന വഴി അത് എത്ര കഠിനമാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ഇഷ്ടദൈവം അതിനെല്ലാം ഒരു സഹായഹസ്തം എന്ന പോലെ നിങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കും.
അങ്ങനെയാണ് ഇവിടെ നമുക്ക് തൊടുകുറി ന്യൂമറോളജിയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ഇപ്പൊ നിങ്ങൾ പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ജോലിക്കായിട്ടുള്ള അഭിമുഖങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിക്കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നിലവിൽ ഒരു ജോലിയുള്ള വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഏറെ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനക്കയറ്റത്തിനുള്ള ഭാഗ്യം അത് ദൈവാനുഗ്രഹ രൂപത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതുമായിരിക്കും. ഇനിയിപ്പം അതുമല്ല എങ്കിൽ ഒരു പുതിയ പ്രൊജക്റ്റ് വർക്ക് നിങ്ങൾ ഏറ്റെടുത്ത് അത് നിങ്ങളുടെ ജീവിത ഉപാധിയായി ജീവിതാവസാനം വരെ തുടർന്നു കൊണ്ടുപോകാമെന്നും ഇവിടെ ന്യൂമറോളജിയിൽ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ആകസ്മിക സംഭവങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവായിട്ട് തന്നെ മാറുമെന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ന്യൂമറോളജി പ്രകാരം കാണുന്ന മറ്റൊരു ഭാഗ്യം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സാമ്പത്തികമായിട്ട് ഒരു പുതിയ വരുമാന മാർഗം തുറക്കപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തു നിന്നും വലിയ ഒരു ധനലാഭം അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള ധനഭാഗ്യം ഉണ്ടാകാനുള്ള ഒരു അവസരം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അങ്ങനെയാണ് തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വലയത്തിൽപ്പെട്ട വ്യക്തിബന്ധങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഊഷ്മളമായ സ്നേഹവും വിശ്വാസവും നിങ്ങൾ ഊട്ടി ഉറപ്പിച്ചിരിക്കും. ഇത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, സമൂഹത്തിലാണെങ്കിലും ശരി, സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ശരി, ഇങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ തൊടുകുറി ഫലമായിട്ട് ഈ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന ചെറിയ തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ പിണക്കങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിരിക്കും എന്നതാണ്. അതിനെ തുടർന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ പങ്കാളിയുമായോ ഉള്ള ബന്ധം അത് കൂടുതൽ ശക്തവും മധുരകരവുമാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്പർ 1 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഹാദേവന്റെ ചിത്രമോ അല്ലെങ്കിൽ 2 എന്ന നമ്പറോ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ 2ാം നമ്പർ ചിത്രമായിട്ടുള്ള മഹാദേവന്റെ ചിത്രം തിരഞ്ഞെടുത്തതോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്നാണ് ഇവിടെ ന്യൂമറോളജി പ്രകാരം കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ളതാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള എല്ലാ പരാജയങ്ങൾക്കും കാരണമെന്നാണ് ഇവിടെ തൊടുകുറി ന്യൂമറോളജിയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. പറയാൻ കാരണം മഹാദേവൻ സംഹാരമൂർത്തി മാത്രമല്ല, ആശ്രിത വത്സനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശക്തി നിങ്ങളുടെ ഈ സെലക്ഷനിൽ തന്നെ പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ തൊടുകുറി ന്യൂമറോളജി പ്രകാരം കാണുന്നത് നിങ്ങൾ വെല്ലുവിളികളെ ഉറപ്പായിട്ടും അതിജീവിക്കും എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ശക്തമായി ചിന്തിച്ചുറപ്പിച്ച ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾ നടത്തിയെടുത്തിരിക്കും. നിങ്ങളുടെ ഈ ഒരു അവസരത്തിലുള്ള മാനസികാവസ്ഥ എന്താണ് എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ തൊടുകുറി ഫലമായിട്ട് പറയാൻ സാധിക്കുന്നത് നിങ്ങളൊരു വലിയ ഭാരം ചുമക്കുന്നത് പോലെയുള്ള അവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ പറയാൻ സാധിക്കും. ഇതൊരു പക്ഷെ സ്വന്തം പ്രശ്നങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചില പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ സമയം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭാരങ്ങളെല്ലാം താങ്ങി ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആശങ്ക നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആശ്വസിക്കാൻ ഉറപ്പായിട്ടും വകയുണ്ട്. അങ്ങനെയാണ് ഇവിടെ തൊടുകുറി ഫലമായിട്ട് വ്യക്തമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ചിത്രം നൽകുന്ന സൂചനകൾ വച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കത്തിലൂടെയാണ് ഇനി നിങ്ങൾ ജീവിതത്തിലെ എടുത്തു പറയത്തക്ക എന്തെങ്കിലും നേടിയെടുക്കുകയുള്ളൂ എന്ന് തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലെ മുന്നോട്ട് കുതിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു പ്രേരണ ശക്തിയെ നിങ്ങൾ അണയാതെ സൂക്ഷിക്കുക. അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വിജയം ഉണ്ടായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞത് പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മമേഖലയിൽ ഉറപ്പായിട്ടും പ്രകടമാകും. പറയാൻ കാരണം ഇവിടെ ഈ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ദൂരയാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്.
മാത്രവുമല്ല, നിങ്ങളുടെ സ്ഥാപനത്തിലെ സീനിയർ ഉദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും പ്രശസ്തിയും ലഭിക്കുന്നതുമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടർന്നുള്ള കാലഘട്ടം വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങൾക്ക് വന്നു കിട്ടുക. അതുപോലെ തന്നെ ഈ നേട്ടങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മാസങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു വലിയ സംഖ്യ നിങ്ങളുടെ കൈവശം ഉറപ്പായിട്ടും വന്നു ചേരുന്നതായിരിക്കും. അത് ഏത് രീതിയിലും ആകാവുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വഴിയിലൂടെയോ നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. അതാണ് ഇവിടെ തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് വലിയൊരു ലാഭം ലഭിക്കും എന്നതാണ്. ഇതൊരു പക്ഷെ നിങ്ങൾ നടത്തിയ നിക്ഷേപമാകണമെന്നില്ല. നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും നടത്തിയ നിക്ഷേപമാണെങ്കിലും ശരി, അതിന്റെ എമൗണ്ട് നിങ്ങൾക്കായിരിക്കും ലഭിക്കാൻ പോകുന്നത്. മാത്രവുമല്ല, അങ്ങനെ തുടർന്നാൽ നിങ്ങളുടെ അമിതമായിട്ടുള്ള ചിലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അതോടുകൂടി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ ചില ശക്തമായിട്ടുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ ചെന്ന് പെടുന്നതുമായിരിക്കും. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥവും വ്യാപ്തിയും ഒക്കെ വന്നു ചേരുന്നതുമാണ്. മാത്രമല്ല, നിങ്ങളുടെ വിശ്വസ്തതയും ആത്മാർത്ഥതയും, അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്താവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയാവട്ടെ, അവർ ഇക്കാര്യങ്ങൾ കൂടുതൽ തിരിച്ചറിയുകയും നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം സ്വർഗതുല്യമായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അനുഭവത്തിൽ വരണമെങ്കിൽ കുറഞ്ഞത് ഒരു 9 ദിവസമെങ്കിലും നിങ്ങൾ അടുപ്പിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ സാധിക്കുന്ന എല്ലാവരും വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അടുപ്പിച്ച് 9 ദിവസം ദർശനം നടത്തുക. ജീവിതത്തിലെ വലിയ മാറ്റങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ കൃത്യത, ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.